സംഗ്രഹാലയത്തിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ക്യൂറേറ്ററെ ക്ഷണിക്കുന്നു. നമ്മളിരിക്കുന്ന ഈ പുഴയുടെ അപ്പുറത്ത് ചമ്രവട്ടാണ്. എഴുത്തച്ഛൻ്റെ ജീവിതം തീക്കടൽ കടഞ്ഞ് തിരമധുരമായിട്ട് എഴുതിയ ഒരാളവിടെയുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. സി രാധാകൃഷ്ണൻ. അദ്ദേഹം ഈ മ്യൂസിയം വൈകാതെ സന്ദർശിച്ചേക്കാം. ആ സമയത്ത് അദ്ദേഹം ഒരു വെളിപ്പാടകലെയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ശീർഷകമാണ് ഒരു വെളിപ്പാടകലെ. 1987 അദ്ദേഹം എഴുതിയ നോവലാണ്. അദ്ദേഹം വരുമ്പോൾ, ഒരു വെളിപ്പാടകലിൽ നിന്ന് വരുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ആവിഷ്കാരം, അദ്ദേഹത്തിൻ്റെ കൃതികൾ ഈ സംഗ്രഹാലയത്തിൽ ഇല്ല. അദ്ദേഹം ഒരുപക്ഷെ നമ്മളോട് ചോദിച്ചേക്കില്ല, പക്ഷെ അദ്ദേഹം മനസ്സിൽ ചോദിച്ചേക്കാം, എന്തേ ഇവരെന്നെ അവഗണിച്ച് കളഞ്ഞതെന്ന്. അദ്ദേഹത്തോട് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു നോവൽ 1986 നോവലിൻ്റെ ശീർഷകം കടമെടുത്തുകൊണ്ടാണ്. സ്പന്ദമാപിനികളെ മാപ്പ്. ഞങ്ങൾക്ക് ഫണ്ട് കിട്ടിയിട്ടില്ല. ഈ സ്പന്ദമാപിനികളെ മാപ്പ് എന്നുള്ള ശീർഷകം ഈ മ്യൂസിയത്തിന്, സംഗ്രഹാലയത്തിന് വളരെയധികം ഹൃദയസ്പർശിയായ രൂപത്തിൽ ടച്ച് ചെയ്യുകയാണ്. കാരണം ഈ സംഗ്രഹാലയത്തിൻ്റെ യുണീക്ക്നെസ്, അത് മറ്റൊരർത്ഥത്തിൽ കച്ചവടവൽക്കരിക്കപ്പെട്ട രൂപത്തിൽ പറയുകയാണ്, യുണീക്ക് സെല്ലിംഗ് പോയിന്റ്, USP ആയിട്ട് പറയാൻ കഴിയുന്നത് ഇത് ബ്ലൈൻഡ് ഫ്രണ്ട്ലി മ്യൂസിയം എന്നാണ്. ബ്ലൈൻഡിനെ നമ്മൾ വിളിക്കാൻ പോകുന്നത് ബ്ലൈൻഡ് എന്നുള്ളതല്ല, ഡിഫറൻ്റ്ലി സൈറ്റഡ് എന്നാണ്. അന്ധൻ എന്നുള്ളതല്ല, നയനേതര കാഴ്ചക്കാർ എന്നാണ്. അപ്പോൾ അവർക്ക് ഇവിടെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത് സ്പന്ദനത്തിലൂടെ കാര്യങ്ങളെ തൊട്ടറിയുക എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ട് അന്ധൻ ആനയെ കണ്ട പോലെയെന്ന്. എന്നാൽ ഇവിടെ വന്നാൽ അന്ധന് ആനയെ കാണാം. നിങ്ങളിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ ഒരുപാട് ശില്പങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ആ ശില്പങ്ങൾ മറ്റ് മ്യൂസിയങ്ങളിലൊക്കെ നിങ്ങൾ ഒക്കെ പോയിട്ടുണ്ടാവും. ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അതൊന്നും സ്പർശിക്കരുത് എന്നാണ് എഴുതി വെക്കുക. ഇവിടെ മാത്രമല്ല, ചിലപ്പോൾ അതിൻ്റെ മുമ്പിൽ റിബണൊക്കെ ഇട്ട് കെട്ടിയിട്ടുണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ശില്പത്തെ തൊടാം, EMSൻ്റെ കൂടെ നിങ്ങൾക്ക് തോളിൽ കൈയിട്ട് സെൽഫി എടുക്കാം, പൂന്താനത്തെ നിങ്ങൾക്ക് മനയിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാം. ഈ നയനേതര കാഴ്ചക്കാർക്കുള്ള സ്പന്ദ മാപ്പിനികളാണ് ഡെക്സ്റ്റിരിറ്റി ടൂൾസായിട്ട് സംഗ്രഹാലയം പറയുന്നത്. അവരിവിടെ വരുമ്പോൾ, എൻ്റെ ഒരുപാട് നയനേതര കാഴ്ചക്കാർ ഇവിടെ വരുമ്പോൾ അവരോട് പറയാനുള്ളത് ഇതേ സി രാധാകൃഷ്ണൻ്റെ ആ ശീർഷകം തന്നെയാണ്, സ്പന്ദമാപിനികളെ മാപ്പ്. നിളയുടെ കാതികൻ MT, സാമാജികനായിരുന്ന ശ്രീരാമകൃഷ്ണനും ഇരുവരെയും സംഗ്രഹാലയം കാണുന്നത് ഇതിൻ്റെ ആശയ സാരഥികളായിക്കൊണ്ടാണ്. അതിൻ്റെ തുടർച്ചയായി ഈ പദ്ധതി ഇപ്പോൾ മലയാള ഭാഷയ്ക്ക് ഒരു പദം സംഭാവന ചെയ്യുകയാണ്, സംഗ്രഹാലയം. മ്യൂസിയം എന്നുള്ളതിന് ഡിക്ഷണറിയിൽ മലയാളത്തിൽ അങ്ങനെ കൃത്യമായി വാക്കില്ല. സംസ്കൃതത്തിൽ സംഗ്രഹാലയ് എന്നുള്ളൊരു വാക്കിനെ ഇപ്പോൾ അടുത്ത് പ്രധാനമന്ത്രി സംഗ്രഹാലയം വരുന്നതിൻ്റെ മുമ്പ് ഇതിന് നമ്മൾ അന്ന് നാമീകരണം ചെയ്തു. കോപ്പിറൈറ്റ് പോളിസിയിലെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനൊന്നും നമ്മൾ എടുത്തിട്ടില്ല എന്ന് മാത്രം. നിളയുടെ കഥയും നിള പറഞ്ഞ കഥയും ഇവിടെ പറയുമ്പോൾ, ക്യൂറേറ്റോറിയൽ ബ്രീഫായതുകൊണ്ടാണ് ഇത് ആ രൂപത്തിൽ പറയുന്നത്. വളരെ ചെറിയ സമയം കൊണ്ട് തീർക്കും, വളരെ എഴുതി കൊടുത്തിട്ടുള്ള നോട്ടാണ്, അതുകൊണ്ട് അനുവദിച്ച സമയത്തിൻ്റെ അപ്പുറത്ത് പോകില്ല. അപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ സ്വഭാവം സന്ദർശകർ എന്നുള്ള അർത്ഥത്തിൽ നിങ്ങളടുത്ത് പറയേണ്ടത്, ഇവിടെ നിള നദിയുടെ മ്യൂസിയം ആകുമ്പോൾ ഇതിൻ്റെ ഫ്ലോറ, ഫോന, ഇതിൻ്റെ ഒരു ജിയോഗ്രഫി, ടോപ്പോഗ്രാഫി എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ ശാസ്ത്രീയമായിട്ട് നദിയുടെ ഒഴുക്കിനെ കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. പകരം നമ്മൾ ഒരു റൊമാൻറ്റിസൈസ്ഡ് അപ്രോച്ച്, ഒരു കാൽപ്പനികമായ അപ്രോച്ചാണ് ഇവിടെ അതിൻ്റെ പ്രമേയങ്ങളിലൂടെ, ഇവിടെയുള്ള മഹാരഥന്മാർ നമുക്ക് തന്നിട്ടുള്ള സ്ക്രിപ്ചറിലൂടെ, മറ്റൊരർത്ഥത്തിൽ സംഗമ കാലഘട്ടത്തിൽ ഒരുപാട് സ്ക്രിപ്റ്റ്സ് ഇറങ്ങിയ പോലെ ആ സ്ക്രിപ്റ്റ്സിലൂടെ നമുക്ക് നിളക്ക് വരദാനമായി കിട്ടിയ ഈ മഹാരഥന്മാർ തന്ന സ്ക്രിപ്റ്റ്സാണ് ഈ മ്യൂസിയത്തിൻ്റെ ക്രക്സ്. ആ ക്രക്സിലൂടെ പോകുമ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് മ്യൂസിയം ഓഫ് നറേറ്റീവ് എന്നാണ്, കഥ പറയുന്ന മ്യൂസിയം.
ആ കഥ ഇനി എങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ, സാധാരണ ഇത്തരം സെൻറ്ററുകളിലും ഗാലറികളിലും വരുമ്പോൾ ബുദ്ധിജീവികൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു തലം, അല്ലെങ്കിൽ കുറേ വിജ്ഞാനമുള്ള ആളുകൾക്ക് മാത്രം മനസ്സിലാവുന്ന ആവിഷ്കാരങ്ങളായിരിക്കാം. ഇവിടെ അതല്ല, സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിവിടെ ഞങ്ങൾക്ക് അനുഭവിച്ചത്, ഞങ്ങളിതൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ നമ്മുടെ അതിഥി തൊഴിലാളികൾ, ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നുള്ള ആളുകൾ, അവർ ഇതൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഫാമിലിക്ക് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ കോൾ ചെയ്ത് ഷെയർ ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഏറ്റവും സാധാരണക്കാരന് മനസ്സിലാക്കി. പക്ഷെ ഞാൻ ഈ പറഞ്ഞതിലൊരു വൈരുദ്ധ്യമുണ്ട്. നമ്മളാണോ അവരാണോ വൈജ്ഞാനികവും കലാപരമായിട്ടും മേലെ എന്ന് ചോദിച്ചാൽ അവരാണ്. കാരണം ദി ഗ്രേറ്റ് ബംഗാൾ റവല്യൂഷൻ എന്ന് പറഞ്ഞത് വന്നത് അവിടെ നിന്നാണ്. ടാഗോറും നമ്മളൊക്കെ അവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. ഇവിടെ മറ്റൊരു നറേറ്റീവിലേക്ക് പോകുമ്പോൾ ഈ മ്യൂസിയം ഇതൊരു മ്യൂസിയം ഓഫ് ഒബ്ജക്ട്സ് അല്ല, വസ്തുക്കളുടെ മ്യൂസിയം അല്ല, ഇതൊരു മ്യൂസിയം ഓഫ് നറേറ്റീവാണ്. കിരീടം, വാള്, ചെങ്കോല്, പരിചയമല്ല, ഇവിടെയുള്ളത് കഥ പറയുകയാണ്. ആ കഥ പറയുന്നതിൻ്റെ അർത്ഥത്തിൽ ഇവിടെയുള്ളത് തന്നെ നിങ്ങളിവിടെ വന്നപ്പോൾ കാണാൻ മനസ്സിലാവും. ഇവിടെ വാങ്ങിവെച്ച വസ്തുക്കളല്ല നിങ്ങളിവിടെ കാണുന്നത്, ഇവിടെ തന്നെ പടച്ച് ഉണ്ടാക്കിയ ഞങ്ങളുടെ ആവിഷ്കാരങ്ങളാണ് ഇവിടെയുള്ളത്. കൊറോണ കാലഘട്ടത്തിലാണ് ഇത് ചെയ്തത്. ഈ പഞ്ചാബി ഹൗസ് സിനിമയിൽ പറയുന്നുണ്ടല്ലോ, എങ്കിൽ ഇതിനെ തന്നെ ഒരു ജില്ലയായി പ്രഖ്യാപിച്ചുകൂടെയെന്ന്. അതുപോലെ ഈ സംഗ്രഹാലയത്തെ ഒരു ഐസൊലേഷൻ കേന്ദ്രമായിട്ട് സ്വന്തം പ്രഖ്യാപിച്ച് ഊരാലുങ്കലിൻ്റെ മുഴുവൻ സംഘത്തിൻ്റെ ഉള്ളിൽ തന്നെ വർക്ക് ചെയ്തിട്ട് ജൂൺ മാസത്തിലെ കൊറോണക്ക്, എല്ലാവരും കൊറോണക്ക് അവധി പറയുമ്പോൾ നമ്മൾ കൊറോണക്ക് വർക്ക് ചെയ്താണ്. മുനിസിപ്പൽ ചെയർമാൻ CP കുഞ്ഞി ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശേഷം വന്ന ശിവദാസേട്ടൻ സദസ്സിൽ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് കരുതുന്നു. അദ്ദേഹം മുനിസിപ്പൽ സെക്രട്ടറി ആയിരുന്ന സജിറൂൺ. അവർ ഇവിടെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടറെയും മറ്റൊക്കെ അയക്കുന്നു, ഇവിടുന്ന് തന്നെ വാക്സിനേഷൻ ചെയ്യുന്നു, വാക്സിനേഷൻ ക്യാമ്പൊക്കെ നടത്തുന്നു. ആ രൂപത്തിലാണ് അത് നടത്തിയത്. മ്യൂസിയത്തിൻ്റെ ക്രക്സിലേക്ക് വരുമ്പോൾ, ഇത് കേരളത്തിലില്ലാത്തൊരു കൾച്ചറിനെയാണ് നമ്മൾ ആദ്യം പരീക്ഷിക്കാൻ നോക്കുന്നത്. മ്യൂസിയം എഡ്യൂക്കേറ്റിംഗ് കൾച്ചർ, മ്യൂസിയത്തിലൂടെ വിജ്ഞാനത്തിന്. അപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും കണ്ട വണ്ടി നിർത്തി ടിക്കറ്റ് എടുത്ത് കയറുന്ന മ്യൂസിയം അല്ല ഇത്. ഇതൊരു അപ്പോയിൻമെൻ്റ് എടുത്ത് ഇവിടെ വരുന്നതിന് മുമ്പ് ഇതിൻ്റെ സാഹിത്യങ്ങളും മറ്റൊക്കെ വായിച്ച് മ്യൂസിയം ഉണ്ടാക്കുന്ന കുറച്ച് വീഡിയോകളൊക്കെ നേരത്തെ കണ്ട് ഒരാഴ്ച മുമ്പേ നിങ്ങൾ തയ്യാറായിട്ട് വരുന്ന ഒരു സംഗ്രഹാലയമാണ് ഇവിടെ ഉള്ളത്. അത് പുറത്തൊക്കെ ഉള്ളതിൽ പറയുന്നത്, പുറത്ത് വിസിറ്റർ ഇംപ്രോംപ്റ്റു എന്നാണ് പറയുന്നത്. പെട്ടെന്ന് കയറി വരുന്ന ആൾക്ക് അതിൽ ചില ഭാഗങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ സാരഥി ശ്രീരാമകൃഷ്ണൻ ഇതിനെ വിഭാവന ചെയ്ത് ആദ്യം സംസാരിച്ചത് നന്ദേട്ടൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. കാരണം ഞങ്ങൾ തുഞ്ചൻപുറമ്പ് എന്നാണ് ഇതിൻ്റെ സംസാരം MT എടുത്ത് സംസാരിക്കുന്നത്. ശാന്തി നികേതൻ രവീന്ദ്രനാഥ് ടാഗോർ എങ്ങനെ കാഴ്ചപ്പാട് വരുത്തിയോ അതുപോലെയാണത്. കാരണം രവീന്ദ്രനാഥ് ടാഗോർ ആ രൂപത്തിൽ ഒരു വലിയ ചിന്തകനും ഫിലോസഫറായിട്ട് നിൽക്കുമ്പോൾ അവിടെ തന്നെയാണ് നന്ദലാൽ ബോസ് എന്ന് പറയുന്ന ചിത്രകാരനുള്ളത്. അവിടെ തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന എഴുതിക്കൊണ്ടുവന്ന ഭരണഘടനയ്ക്ക് സൈഡിൽ ചിത്രങ്ങൾ വരച്ചത്. ആ അർത്ഥത്തിലുള്ള ഒരു ക്യാമ്പസിനാണ് ഇദ്ദേഹം സങ്കല്പിച്ചത്. ഇവിടെ മറ്റൊന്ന്, പ്രാദേശികമായ പങ്ക്, പ്രാദേശിക കലാകാരന്മാരെന്ന് പറയുമ്പോൾ അവരുടെ റേഞ്ചിനെ ചെറുതാക്കല്ല, ഈ പ്രദേശത്തുള്ള കലാകാരന്മാർ, അവരുടെ സ്പേസ് ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. അതിനുള്ള ഗാലറികളുണ്ട്. ആ ഗാലറികൾ വൈകാതെ തന്നെ അടുത്ത ഘട്ടത്തിൽ സജ്ജാവും. ഇവിടെയുള്ള കലാകാരന്മാരിൽ പലവർക്കും അറിയാം, ചിന്തകരായിട്ടുള്ള ആളുകളെ അറിയാം. അവരെ പലവരെയും ഈ 5-8 വർഷത്തിനിടക്ക് ഇവിടെ നിരന്തരം ക്ഷണിച്ച് അവർക്കത് കൊണ്ട് കാണിച്ച് നടത്തി എല്ലാം കാണിച്ചു കൊണ്ടുവരാറുണ്ട്. ഇവിടുത്തെ സംഘടനകൾക്കും ചാർക്കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും സന്തോഷം, കാനായി കുഞ്ഞിരാമൻ ഇവിടെ വന്ന് കണ്ട് പോയതായിരുന്നു. ഓഡിറ്റോറിയം ഒന്നും പണി കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു ശില്പം ചെയ്തു തരാമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ പ്രയാസങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം ചെയ്തേക്കാം. സാന്ദർഭികമായിട്ട് നീതി പുലർത്താൻ വേണ്ടിയിട്ടൊരു കാര്യം പറയേണ്ടതുണ്ട്. MT ഈ ചർച്ചയുടെ തുടക്കത്തിൽ MT പറഞ്ഞു, ഒരു ഫോട്ടോഗ്രാഫറുണ്ട്, അയാളെ നിങ്ങൾ പോയി കാണണം. ഞാൻ ആ ഫോട്ടോഗ്രാഫറോട് MTയോടുള്ള നീതിയാണ് ഇവിടെ പുലർത്തുന്നത്. അതിൻ്റെ സമയം വെച്ചിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അവരെ പോയി കാണണം. MTക്ക് അദ്ദേഹത്തിൻ്റെ പേര് കിട്ടുന്നില്ല. പല പേരുകളും ഈ നമ്മുടെ ഈ പ്രദേശത്തുള്ള പ്രഗത്ഭരായ പലരുടെയും പേരുകൾ MTക്ക് പറഞ്ഞു കൊടുത്തു. MT പറഞ്ഞു അതൊന്നുമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചർച്ച വീണ്ടും തുറന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ MT അയാളെ പേരിങ്ങനെ പറയാൻ തുടങ്ങി. ആ പേരുകാരനെ ഞങ്ങൾ തേടി പിടിച്ചു, അയാളുടെ അടുത്തേക്ക് പോയി. അയാൾ ഞങ്ങളുടെ അടുത്ത് പിന്നെയും ചോദിക്കുകയാണ്, MT പറഞ്ഞിട്ട് തന്നെയാണോ വരുന്നതെന്ന്. അതായത് ഈ സീതയുടെ അടുത്ത് മോതിരം കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ പോലത്തെ ഒരു സ്റ്റേജ് വരികയാണ്.
അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എം ടി പറയാതെ ഞങ്ങൾ വരില്ല. അപ്പോൾ അദ്ദേഹം തിരിച്ച് ചോദിക്കുന്ന ചോദ്യം, എം ടിക്ക് അതിന് എന്നെ അറിയുമോ എന്നാണ് ചോദിക്കുന്നത്. എം ടി എല്ലാവർക്കും അറിയാം, ഒരു വളരെ റിസേർവ്ഡായിട്ട് വളരെ ചെറിയ മൂളലുകളൊക്കെ തുടക്കുന്ന രൂപമാണല്ലോ പലപ്പോഴും, പലരും അങ്ങനെയാണല്ലോ. ഇദ്ദേഹം പറഞ്ഞത്, ഞാൻ ജീവിതത്തിൽ 2 തവണയേ എം ടിയെ കണ്ടിട്ടുള്ളൂ. ഒന്ന് എം ടിയുടെ ഒരു ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ, രണ്ടാമത് ആ ഫോട്ടോ എം ടിക്ക് കാണിക്കാൻ പോയപ്പോൾ. ആ സമയത്ത് എൻ്റെ കയ്യിലൊരു ഫയൽ ഉണ്ടായിരുന്നു. ആ ഫയൽ എം ടിക്ക് കാണിച്ചു. നിളയുടെ ഫോട്ടോഗ്രാഫ്സ് ആയിരുന്നു. ഞാൻ മറിച്ചു കൊടുത്തു. എം ടി എന്ന് പറഞ്ഞ മൂളി. ഞാൻ മറിച്ചു, ഒന്നും പറഞ്ഞില്ല. 35 വർഷം കഴിഞ്ഞു. ഇയാൾ പറയാണ് എം ടി എന്നെ ഓർക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അയാൾ അതുവരെ കരുതിയത് ഇയാൾ എന്തൊരു മനുഷ്യനാണ്, ഞാനൊരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് പോലും എന്നോടൊരു നന്ദി പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇദ്ദേഹം കരഞ്ഞു, ഒരുപാട് കരഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഒരാൾ ഈ സദസ്സിലുണ്ട്, നമ്മുടെ സന്തൂർ വായിച്ച ഹരിയേട്ടൻ. അദ്ദേഹം പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ ശിഷ്യനാണ്. എം ടി മരിച്ചിട്ടും ഇയാൾ കരഞ്ഞു. അതാണ് ഈ കണ്ണൻ സൂരജ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വെക്കാനുള്ള സ്ക്രീനുകളൊക്കെ ഇവിടെ ഉണ്ട്, തയ്യാറായി അടുത്ത് തന്നെ എത്തും. അതിൻ്റെ സെർവറൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. KCS പണിക്കർ, TK പത്മിനി അവരുടെ ചിത്രങ്ങൾ ഇത് അക്വയർ ചെയ്യണം എന്നുള്ളതാണ്. ശ്രീ നമ്പൂരി ഇവിടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആ ചിത്രങ്ങൾ അദ്ദേഹം കുടുംബം തിരിച്ച് മേടിച്ചിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഈ പുരോഗമനവും നമ്മുടെ സാമാജികരെ ഇടപെട്ട് അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ആ ചിത്രം അദ്ദേഹം തിരിച്ചു തരും, അദ്ദേഹത്തിൻ്റെ കുടുംബം തിരിച്ചു തരും. പ്രണയാർദ്രയായ നിള അറബിക്കടലിൻ്റെ മാറിൽ സംഗമിക്കണം എന്ന് പറഞ്ഞാണ് ശ്രീരാമകൃഷ്ണൻ നമ്പൂരിയുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു ചിത്രം ഞങ്ങൾക്ക് വരച്ചു തരണം എന്നാണ്. അദ്ദേഹം വരക്കാമെന്നും പറഞ്ഞു. ഇവിടെ മഹാരഥന്മാർ ഉണ്ട്. ആ മഹാരഥന്മാർ നിങ്ങൾക്ക് കോണ്ടംപററിയൻസ് ആയിട്ട് നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് തൊടാം. ഇവിടെ 2 ജ്ഞാനപീഠം ആളുകളെ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ അവരെ നിങ്ങൾക്ക് ശില്പം പോലെ ആക്കിയാൽ കാണാം. പൊന്നാനി കളരിക്കാരെ കാണാം. എം ടി അദ്ദേഹം പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ശില്പം ചെയ്യേണ്ട എന്ന് പറഞ്ഞ് എൻ്റെ ബേസിലാണ് റിലീഫ് ചെയ്തിട്ടുള്ളത്. ആ റിലീഫാണ് ഇവിടെ ഉള്ളത്. അക്കിത്തൻ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടുത്തൊരു ഫോട്ടോ ഉണ്ട് ഫോണിൽ. അദ്ദേഹം ഇരുന്നൊരു പോസായിരുന്നു. ആ പോസിൽ ആണ് അക്കിത്തത്തെ നമ്മൾ ചെയ്തിട്ടുള്ളത്. നിളയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഈ മ്യൂസിയം പറയാൻ പോകുന്ന സംഗതി, ഇവിടെ പുറത്തൊരു മ്യൂസിയത്തിന് പ്രമേയം വെച്ചില്ല. ആ മ്യൂസിയത്തിനൊരു പ്രമേയം ഉണ്ടായിരിക്കും. ആ പ്രമേയം ക്യൂറേറ്റർ എന്നുള്ള അർത്ഥത്തിൽ ഞാനിവിടെ പറയലും അനിവാര്യമാണ്. കാരണം ഇത് പറയുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം ഈ മ്യൂസിയത്തിൻ്റെ സുപ്രധാന സംഗതി ഗൈഡില്ലാതെ കാണുന്ന ആപ്പ് ഉപയോഗിച്ച് കാണാനാണ്. ആ ആപ്പ് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ആ ശൂന്യത ഞാൻ വേണം പറഞ്ഞു തരാൻ. ഇവിടെ നമ്മൾ നിളയെക്കുറിച്ച് പറയുന്ന, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച ഹാരപ്പ മോഹൻജദാരോ പോലെ, ഇൻഡസ് വാലി പോലെ ഒരു നദീതട സിവിലൈസേഷനാണ് നിള എന്നുള്ളത്. വെറൊരു നദിയല്ല എന്നുള്ളതാണ്. അവരൊക്കെ എക്സ്കവേഷനിലൂടെ അത് കണ്ടെത്തി. നമ്മൾ അതിനേക്കാളും വലുത് ടെക്സ്റ്റുകൾ നമുക്കുണ്ടെന്നുള്ള. അപ്പോൾ ഇവിടെ നിള ലോകത്തെ പല മൂവ്മെൻറ്റിൻ്റെ എത്രയും മുമ്പിലായിരുന്നു. ഫ്രഞ്ച് ഹ്യൂമനിസ്റ്റ് ഉണ്ടായിരുന്ന സമയത്ത് MN റോയുടെ കീഴിൽ ഇവിടെ പൊന്നാനി കളരിയിൽ M ഗോവിന്ദനിലൂടെ ഇവിടെ ആശയങ്ങൾ വന്നു. അതാണ് ഇവിടെ പൊന്നാനി കളരിയിലുള്ളത്. നിള ഒരു നാഗരികത എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഈ നിള എല്ലാത്തിൻ്റെ മുമ്പിൽ എന്ന് പറയുമ്പോൾ ഗാന്ധി ടാക്സ് അബോളിഷൻ പറയുന്നതിന് മുമ്പ് ഇവിടെ വെളിയങ്കോട് ഉമർ ഖാദി ടാക്സ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ജയിലിൽ പോയത്. ഉമർ ഖാദിയുടെ ജയിൽ ഇവിടെ ആവിഷ്കരിക്കാനുണ്ട്, ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടില്ല. കയറ് സമരം, വഞ്ചി സമരം, ബീഡി സമരം, ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നതിന് മുമ്പ് ഇവിടെ നടന്ന സമരമാണ് എന്നുള്ളതാണ്. അതിവിടെ വെച്ചിട്ടുണ്ട്. ഇന്ന് മീറ്റു ക്യാമ്പയിനും ഇപ്പോൾ എപ്സ്റ്റീൻ ഫയലുകളൊക്കെ വന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഇവിടെ സ്മാർത്ഥ വിചാരം ഇവിടെ ഉണ്ട്. ഈ സ്മാർത്ഥ വിചാരം പറയുമ്പോൾ ഞാൻ പറയേണ്ട ക്ലാരിറ്റി വരുത്തേണ്ട ഒരു സംഗതി, ഇവിടെ വന്ന ന്യൂഡിറ്റിയിലുള്ളൊരു സ്ത്രീയെ നിങ്ങൾക്ക് കാണാം. സ്മാർത്ഥ വിചാരത്തിലെ താത്രിക്കുട്ടിയും കാണാം. ഈ ന്യൂഡിറ്റിയിലുള്ള സ്ത്രീയെ കാണുമ്പോൾ നിങ്ങൾ അലോസരപ്പെടരുത്. ഇത്രയേ ഉള്ളൂ. അത് കണ്ട് അലോസരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കാലഘട്ടം അതായിരുന്നു. ഈ മഹാരഥന്മാരൊക്കെ പോരാടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വസ്ത്രം കിട്ടിയത് എന്നുള്ളതാണ്. മാധവ ഗണിതം അത് പ്രത്യേകം ചെയ്യണമെന്ന് പറഞ്ഞതായിരുന്നു. മാധവ ഗണിതം മാധവൻ്റെത് ഇവിടെ ചെയ്യുമ്പോൾ പൈയുടെ വാല്യൂ സെറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ സംസ്കൃതത്തിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മലയാളത്തിൽ എഴുതി എന്നുള്ളതാണ്. ഹൈദരലിയുടെ ചിത്രം കാണാൻ പറ്റും. ഫോട്ടോഗ്രാഫി ഇല്ലാത്ത സമയത്ത് സായിപ്പ് വരച്ച ചിത്രമാണത്. അപ്പോൾ ആ ചിത്രത്തെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആവുന്നിടത്തോളം വിവരം നമ്മളിവിടെ തരാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ പൊന്നാനി കളരിയിൽ എടശ്ശേരി വായിക്കുന്ന പത്രം അവിടെ ചെയ്യാനുള്ളത് മലയാള മനോരമയിൽ എടശ്ശേരിക്ക് 60 വയസ്സ് തികയുമ്പോൾ എന്ന് പറഞ്ഞ് കടവനാട് കുട്ടിക്കൃഷ്ണൻ എഴുതിയ മലയാള മനോരമയുടെ എഡിറ്റോറിയൽ വന്ന ലേഖനമാണ് ഇവിടെ കാണിക്കുന്നത്. ഈ കടവനാട് കുട്ടിക്കൃഷ്ണൻ മലയാള മനോരമയുടെ ഭാഷാ പോഷണിയുടെ എഡിറ്ററായിരുന്നു. മലയാള മനോരമ എഴുതിയ സംഗ്രഹാലയത്തെക്കുറിച്ച് എഴുതിയ വാർത്തയുടെ തലക്കെട്ട് പാതി പറഞ്ഞ കഥ എന്നുള്ളതായിരുന്നു.
അത് ഒരു നോബിൾ റിവെഞ്ച് പോലെ സംഗ്രഹാലയം ഏറ്റെടുക്കുന്നു. ദൂരദർശൻ എഴുതിയ സംപ്രേഷണം ചെയ്തതും വളരെ നീതിപൂർവ്വമുള്ള ടൈറ്റിലായിരുന്നു അത്ഭുതാലയം. മാധ്യമ സുഹൃത്തുക്കളോട് നന്ദിയുണ്ട്. കാരണം സംഗ്രഹാലയത്തിനെതിരിൽ വിമർശനാത്മകമായ രൂപത്തിൽ അധികം എഴുതിയിട്ടില്ല. എന്താണെന്ന് പഠിക്കുകയും അതിനോട് ക്ഷമയോടുകൂടിയാണ് എന്നിട്ടുള്ളത്. ഈ മ്യൂസിയത്തിനൊരു സെൻട്രൽ ക്വസ്റ്റ്യൻ, ടേക്ക് അവേ ക്വസ്റ്റ്യനാണ് കൊടുക്കാനുള്ളത്. അത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങളുടെ ഫോണിൽ 10-200 ഫോട്ടോകൾ ഉണ്ടായിരിക്കും. ഈ ഫോട്ടോകൾ അടുത്തൊരു മാസത്തോളം നിങ്ങളോട് സംസാരിക്കും. ഈ മ്യൂസിയത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ വരാനുള്ള സുവനീർ ഷോപ്പാണ്. ആ സുവനീർ ഷോപ്പിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ട സംഗതികളെ പോസ്റ്റ് കാർഡുകളും മറ്റൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാം. അതിൽ പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ഉണ്ട്. ഇവിടെ ലാൻഡ്സ്കേപ്പ്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റിനെ കൊണ്ടാണ് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാണാം, ഇവിടെ കോബിൾ സ്റ്റോൺസ് ആണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം വാഹനങ്ങൾ ഡെഡ് സ്ലോയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു പെഡസ്ട്രിയൻ ക്യാമ്പസാണ്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പുറത്താണ്. ആ അർത്ഥത്തിലാണ് ഇവിടുത്തെ ലൈറ്റ് പോലും മൂഡ് ലൈറ്റ്. ഈ ഓഡിറ്റോറിയം ശില്പശാലകൾക്കും നാടകങ്ങൾക്കും മറ്റൊക്കെ ഉള്ളതാണ്. ഔട്ട്റീച്ച്, മ്യൂസിയത്തിലേക്ക് ജനം വരുന്ന പോലെ തന്നെ ജനത്തിലേക്ക് മ്യൂസിയം പോകാനുള്ള രൂപത്തിലേക്കാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഉദ്യോഗസ്ഥരോട് പ്രത്യേകമായി നന്ദി പറയണം. JD, DD ഇവരൊക്കെ, കൃഷ്ണകുമാർ, തോമസ് ആൻ്റണി, അനിൽ സാർ, ഇവരൊക്കെ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. DTPC സെക്രട്ടറി വളരെ ഒരു കോളേജ് സീനിയറിനെ പോലെയാണ് ഞങ്ങളുടെ കാര്യത്തിലൊക്കെ വർക്ക് ചെയ്ത്. പ്ലാനിങ് ഓഫീസർമാർ, IAS ഓഫീസേഴ്സിന് നമ്മൾ ഫയലുകൾ കാണിക്കാൻ പോകുമ്പോൾ അവരെപ്പോഴും നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത സ്ലൈഡ് എടുക്കാൻ പറയും. പക്ഷേ നിളയുടെ കാണിക്കാൻ പോയപ്പോൾ അവർ ഒരുപാട് അതിൽ സമയം തരിക ചെയ്യുക. ടൂറിസം ഡയറക്ടറെ കാണാൻ പോകുമ്പോൾ നമ്മൾ 15 മിനിറ്റൊക്കെ ഫയൽ തയ്യാറാക്കുള്ളൂ. ഒരുപാട് സമയം തന്നിട്ടുണ്ട്. ബാലകിരൺ, തേജ്, അതുപോലെ തന്നെ ഷിക്ക മാഡം ഇവിടുത്തെ പ്രമേയം സ്ലൈഡ് കാണിക്കുന്ന സമയത്ത് നിർത്താൻ പറഞ്ഞു. അവർ സ്വന്തം വായിച്ചിട്ട് ബാക്കി നോക്കിക്കോളാമെന്ന് പറഞ്ഞു. മരിച്ചവരോട് നന്ദി പറയേണ്ടതുണ്ട്. അതായത് ജീവിച്ചിരിക്കുന്നവരോട് ഫോൺ ചെയ്തിട്ട് നമുക്ക് നന്ദി പറയാൻ പറ്റും. മരിച്ചവരോടുള്ള നന്ദിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് TY അരവിന്ദാക്ഷനോടും ഞങ്ങളെ പ്രൊജക്റ്റ് വളരെ കൃത്യമായിട്ട് ഞങ്ങളോടൊപ്പം വർക്ക് ചെയ്ത ജോഷിയോടാണ്. അരവിന്ദാക്ഷൻ മാഷോട് പറയാൻ കാരണമൊന്നുമല്ല, അദ്ദേഹം ഇവിടുത്തെ ശില്പങ്ങൾക്ക് മാത്രമേ ഭക്ഷണം കൊടുക്കാടുത്തുള്ളൂ. കൊറോണ സമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണം തന്നു, UN തൊഴിലാളികളും മറ്റുമൊക്കെ. ഒരു തമാശ ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ മ്യൂസിയം വൈകിപ്പിച്ചത് ഈ മ്യൂസിയത്തിലെ വസ്തുക്കൾക്ക് പഴമ ഫീൽ ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് തമാശ ഉണ്ടായിരുന്നു. ആ തമാശ അത് ഗൗരവത്തിലെടുക്കാം. പക്ഷെ ഒന്നുമല്ല, ഞങ്ങൾക്ക് ലാൻഡ് സാങ്ഷൻ കിട്ടാൻ 3.5 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നിയമസഭയിൽ മന്ത്രി മറുപടി പറഞ്ഞതായിരുന്നു. അതിപ്പോൾ പൂർത്തീകരിച്ച് വരുന്നുണ്ട്. ഞങ്ങൾ ഊരാലുങ്കിൽ ഇത് ഞങ്ങളുടെ കോവളം ക്രാഫ്റ്റ് വില്ലേജും സർഗാലയം പോലെ തന്നെയാണ് ചെയ്തത്. കോവളം ക്രാഫ്റ്റ് വില്ലേജിൽ G20 സമ്മേളനം നടന്നു. ഇവിടെ അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ നടക്കും എന്ന് നമ്മൾ കരുതുന്നു. ചീഫ് ക്യൂറേറ്ററായ ശ്രീരാമകൃഷ്ണന് നമ്മൾ കൊടുത്ത വാക്കാണത്. MTക്ക് അങ്ങ് അധ്യാപകനാണ്. നന്ദേട്ടൻ വന്നപ്പോൾ ഞങ്ങൾ നല്ല സന്തോഷത്തിലായിരുന്നു. കാരണം തുഞ്ചൻപറമ്പിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം. ഞങ്ങൾ ചർച്ച ചെയ്യാൻ MTയെ കാണാൻ അവിടെ പോകുമ്പോൾ ഞങ്ങൾക്കുള്ള ചായ കപ്പിൽ പിടിച്ചു കൊണ്ടിരുന്ന നന്ദേട്ടനാണ്. അപ്പോൾ ആ നന്ദേട്ടനാവുമ്പോൾ ഞങ്ങൾ ആ പ്രതീക്ഷ തന്നെ കൊണ്ടുപോയത്. ഇനി തുടർന്നുള്ള ആപ്പും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് കരുതാണ്. നന്ദേട്ടനോട് പറയാനുള്ളതേ ഉള്ളൂ, നന്ദേട്ടൻ്റെ ജയിലോർമ്മ, അങ്ങ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ജയിലിൽ കിടന്നത്, അതുപോലെ തന്നെ MT അങ്ങയുടെ തെരഞ്ഞെടുപ്പിന് കാശ് കെട്ടിവെച്ചിട്ട് അത് മാതൃഭൂമിയുടെ ടൈറ്റില് നന്ദാ നീ ജയിക്കുന്നായിരുന്നു. അത് രണ്ടും ഇവിടെ സംഗ്രഹാലയത്തിൽ വരണം. അത് വരാൻ അടുത്ത സമയത്ത് വരും. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്നത്രേ ഉള്ളൂ, ഈ മ്യൂസിയം ശ്രീരാമകൃഷ്ണൻ പറഞ്ഞിരുന്നത് MTക്ക് സമർപ്പിക്കുന്നു എന്നാണ്. നമ്മൾ ക്യൂറേറ്റിംഗ് ടീം പറയുന്നു ഇത് ഞങ്ങൾ താങ്കൾക്ക് സമർപ്പിക്കുന്നു. അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ നെടുവീർപ്പ് ഇട്ടുകൊണ്ട് മാത്രം പറയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി, അവർ ഈ മ്യൂസിയം സന്ദർശിച്ചേക്കാം. സൗഹൃദ വലയങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അവർ വന്നാൽ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കും, എൻ്റെ അമ്മ എവിടെ? ക്യാപ്റ്റൻ ലക്ഷ്മി. അതിന് നമ്മൾ മറുപടി പറയണം. താങ്ക്സ്.